എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന മരങ്ങളൊന്നും നമ്മൾ കട്ട് ഓഫ് ചെയ്തില്ല. അതവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു പ്രകൃതിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ വീടിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഹായ്, ഐ എം ജംഷി, കർമ്മ ആർക്കിടെക്ചറിൻ്റെ MD ആണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഫെബിൻ ബാലുശ്ശേരി 2600 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഓവർ ഡെക്കറേറ്റീവ് അല്ലാത്ത ഒരു കൺസെപ്റ്റിലാണ് പോയിട്ടുള്ളത്. കൂടുതൽ കളേഴ്സോ അങ്ങനെയൊന്നും നമ്മളതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ആ വീടിൻ്റെ ഇൻസൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡൈനിങ്ങും ഫാമിലി ലിവിങ് ഹൈറ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളവിടെ. അതുപോലെ തന്നെ ഇൻറ്റീരിയർ നമ്മൾ ഒരു യൂസർ ഫ്രണ്ട്ലി എന്നുള്ള ലെവൽ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഫ്രീ എന്നുള്ള ലെവലിലാണ് നമ്മുടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ വാഷ് ബേസിന് സ്പെഷ്യലായിട്ട് ഒരു സ്പേസ് നമ്മളവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ ഡൈനിങ്ങും കിച്ചണും തമ്മിലുള്ള പാർട്ടീഷൻസിലാണ് അത് ഉൾപ്പെടുത്തിയുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വേറെ സ്പേസ് അതിന് മിസ്സാവാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ ആയാലും നമ്മൾ ഓപ്പൺ കിച്ചൺ അല്ല, പക്ഷെ ഓപ്പൺ കിച്ചണിൻ്റെ എല്ലാ സൗകര്യം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഓവർ ആയിട്ട് ഇൻറ്റീരിയർ ഫില്ലായിട്ട് ചെയ്തിട്ടില്ല, മിനിമലായിട്ടാണ്. നമ്മളൊരു ബെഡ് ബാക്ക് ആണെങ്കിൽ പോലും ആ സൈസിനോട് യോജിക്കുന്ന രീതിയിൽ മാത്രമായിട്ടുള്ള മാക്സിമം സ്പേസ് നമുക്ക് ഫ്രീ ആയി കിട്ടണം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ലൈറ്റ് കളേഴ്സാണ് കൂടുതൽ അതിൽ പ്രിഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണെങ്കിലും അവിടെ മാത്രം കുറച്ച് ടെക്സ്ചറോ കാര്യങ്ങളും കൊണ്ടുവന്നു. അതിൻ്റെ ബോട്ടം സൈഡ്, അതായത് സ്റ്റെയർ കേസിൻ്റെ താഴെ ഭാഗം നമ്മളൊരു പ്രെയറും ഒരു സിറ്റിങ്ങിനും വേണ്ടിയിട്ട് ഒരു റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവിടെ.